ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ഇപ്പം തന്നെ അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മീരേനെയും ശ്രുതിനെയാണ്. അങ്ങനെ നമ്മുടെ മീര പറയുകയാണ്, ഇനിയിപ്പോൾ യാതൊരു വഴിയുമില്ല, നിന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചില്ല എങ്കിൽ നീലിമ എന്ന് പറയുന്ന അവള് നിന്റെ ഭർത്താവിനെ കൊല്ലും. അത് പിന്നെ മീരെ, ഞാനിപ്പോ എന്താ ചെയ്യുക? നമുക്ക് ആന്റണീനെ പോയി ഒന്ന് കണ്ടാലോ? നവീൻദാസിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ആന്റണി അല്ലേ? അന്ന് എനിക്ക് രക്ഷയായത് അവനാ. അവൻ വിചാരിച്ചാല് ശ്രുതിയെ മോചിപ്പിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. എടി, പ്രശ്നമാകുമോ ശ്രുതി? നമ്മൾ ഇങ്ങനെ ഒരു നീക്കം ുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയെ അവൾ ഇനി എന്തെങ്കിലും അവള് അങ്ങനെയൊന്നും അറിയില്ല, നമുക്ക് തന്ത്രപൂർവ്വം നീങ്ങാം. ആന്റണി വിചാരിച്ചാൽ നടക്കും മീര, വേറെ ആരും വിചാരിച്ചാൽ ഇനി നടക്കില്ല. ആന്റണി തന്നെ വിചാരിച്ചേ പറ്റൂ. എങ്കിൽ പിന്നെ ശരി, നമുക്ക് അവനെ കണ്ട് ഒന്ന് സംസാരിക്കാം, നീ ബാ എന്ന് പറഞ്ഞ് നമ്മുടെ മീര ശ്രുതിനെ കൂട്ടിക്കയറ്റി നേരെ ആന്റണിയുടെ അടുത്തേക്ക് വെച്ച് പിടിക്കുകയാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രോദയത്ത് രവീന്ദ്രൻ വെള്ളം കുടിക്കുകയാണ്. അപ്പോഴത്തേക്കും അച്ചമ്മ വന്നിട്ട്, ഇത് എന്തു പറ്റി? ശ്രുതിനെ കാണുന്നില്ലല്ലോ, മാർക്കറ്റിൽ പോയിട്ട് വരാൻ വേണ്ടി ഇത്ര സമയം വേണോ? പരിചയമില്ലല്ലോ, ആദ്യമായിട്ടല്ലേ അവള് മീൻ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോകുന്നത്, അപ്പൊ പിന്നെ ഇത്ര സമയമൊക്കെ എടുക്കും. എന്നാലും ഇത്ര സമയം എടുക്കുവോ? അതെ, അവള് മുങ്ങിയതായിരിക്കും അച്ചമ്മേ, അവള് മുങ്ങിയതായിരിക്കും. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞോണ്ട് വരിക. അപ്പോഴത്തേക്കും അച്ചമ്മ ചോദിച്ചു, മുങ്ങാനോ? മുങ്ങും, ഇവിടുത്തെ ജോലിയെല്ലാം അച്ചമ്മ അവളെ കൊണ്ടല്ലേ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് രക്ഷപ്പെട്ടതാ, ഇനി രാത്രി നോക്കിയാ മതി. എന്തായാലും അവൾ ഇവിടെ പൊങ്ങൂല്ലോ. എന്നോട് കള്ളം പറഞ്ഞ് മുങ്ങിയതാണെങ്കിൽ പിന്നെ അവൾ ഈ വീട്ടിലുണ്ടാകത്തില്ല. ഞാനാ പറയുന്നത്. ഈ കലാവതിയെ അവക്ക് അറിയത്തില്ല. അമ്മേനെ അവക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൾ എങ്ങോട്ടും പോവില്ലമ്മേ. മീനും മറ്റു സാധനങ്ങളും മേടിച്ചിട്ട് അവൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും. എത്തിയാ കൊള്ളാം, ഇല്ലെങ്കിൽ രവീന്ദ്ര നീ പറയുന്ന പോലെ ഒന്നും അല്ല. നീ ഒരു കാര്യം ചെയ്യാം, അവളെ ഒന്ന് വിളിക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ ഫോൺ എടുത്ത് നേരെ നമ്മുടെ ശ്രുതിനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഫോൺ എടുക്കുന്നില്ലല്ലോ അമ്മേ. എടുക്കില്ല, അവള് ഫോൺ എടുക്കില്ല. എന്റെ അച്ഛമ്മേ, അവള് പഠിച്ച കള്ളിയാ. പാർലറേട്ടത്തിൽ ഇപ്പൊ കെട്ടിയവനെയും കൂട്ടി കറങ്ങുന്നുണ്ടായിരിക്കും. നല്ല മീൻകറി കൂട്ടി ഭക്ഷണം കഴിക്കാലോ എന്നോർത്ത് അവള് ചോദിച്ചപ്പം വിട്ടത്. ഇപ്പൊ വലിയ പ്രശ്നമായല്ലോ. പാർലറേട്ടത്തിന് കാത്തിരുന്നാലേ കറി കൂട്ടി ചോറിനാലൊന്നും പറ്റത്തില്ല. കറി ഞാൻ ഉണ്ടാക്കണോ അതോ അച്ഛമ്മ ഉണ്ടാക്കണോ? അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ചെറിയൊരു സാമ്പാർ ഞാൻ തട്ടിക്കൂട്ടുന്നുണ്ട്, അതുപോലെ. അത് മതി അച്ഛ. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, അവളിങ്ങ് വരട്ടെ, ഞാൻ അവൾക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, അതെ, ഇനി എന്താകും എൻ്റെ പൊന്നച്ഛ ഇവിടുത്തെ കാര്യങ്ങള്? അത് എൻ്റെ അമ്മയുടെ തനി സ്വഭാവം തിരിച്ചറിയും. ഇതാണ് ഞാൻ കൊണ്ടുവന്ന മരുമകളും ചന്ദ്ര കൊണ്ടുവന്ന മരുമകളും തമ്മിലെ വ്യത്യാസം. അതും നിനക്ക് മനസ്സിലായില്ല സച്ചി? ഓരോ ദിവസം കഴിയും തോറും രേവതി മോളോടുള്ള സ്നേഹം ഉണ്ടല്ലോ, അത് കൂടി കൂടി വരിക, ഒരു തരി കുറയുന്നില്ല. അവൾ ഈ വീട്ടിൽ ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത്, അത് ഉറപ്പാ. ആക്സിഡന്റ് നടന്നതല്ലല്ലോ, നടത്തിയതല്ലേ അച്ഛാ. അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അതൊക്കെ പോട്ടെ, രേവതിക്ക് മെഡിസിൻ കൊടുക്കേണ്ട സമയമായി, ഞാൻ പോയി മെഡിസിൻ കൊടുക്കട്ടെ. എന്നാലേ മോനെ നീ ചെല്ല് എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചി ഇത് അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സച്ചി മെഡിസിൻ ഒക്കെ കൊടുത്തോട്ടെ രേവതിക്ക്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ശ്രുതി മുങ്ങിയല്ലേ? മുങ്ങി. അത് ഞാൻ നേരത്തെ മുൻകൂട്ടി കണ്ടതാ. മിക്കവാറും അച്ഛമ്മയുടെ കയ്യിൽ നമുക്ക് നല്ല പോത്തിര കിട്ടും. അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് സച്ചേന് നല്ലത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിന് ഞാൻ എന്താ രേവതി ചെയ്തത്? ജോലിക്ക് പോകാതെ മടിച്ച് വീട്ടിൽ തന്നെ നിൽക്കല്ലേ? മടിച്ച് വീട്ടിൽ നിൽക്കാനോ? ഞാൻ നിന്നെ നോക്കാനല്ലേ വീട്ടിൽ നിൽക്കുന്നത്? മടിച്ച് വീട്ടിൽ നിൽക്കുന്നതാണോ? ഇവിടെ എന്നെ നോക്കാൻ അച്ഛമ്മയില്ലേ സച്ചേട്ടാ. എന്റെ പൊന്നു സച്ചേട്ട പോയി വണ്ടി എടുക്ക് സച്ചേട്ടാ. എന്താ, നിനക്ക് എന്നെ കണ്ടു മടുത്തോ? അയ്യോ, മടുക്കാനോ? സച്ചേട്ടനെ അങ്ങനെ മടുക്കാന് എനിക്ക് പറ്റുമോ? അല്ല പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, നമുക്ക് കുറെ സ്വപ്നങ്ങളൊക്കെ ഇല്ലേ? രണ്ടുപേര് വീട്ടിൽ ഇരുന്നാല് ആ സ്വപ്നങ്ങളെല്ലാം നടക്കുവോ? ഏറ്റവും പ്രധാനപ്പെട്ടത് മുറി കെട്ടുന്ന സ്വപ്നമാ. അതൊക്കെ കെട്ടാ രേവതി, സമയമുണ്ടല്ലോ. എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കാം. എനിക്ക് മെഡിസിൻ തരാനും ആഹാരം തരാനും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടി മാത്രമല്ല സച്ചേട്ടൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ പിന്നെ എന്തിനും കൂടെ വേണ്ടിയാ നീ പറ. അത് സച്ചേട്ടന് നല്ല പേടിയുണ്ട്. എനിക്ക് സച്ചേട്ടനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ സച്ചേട്ടൻ ഇവിടെ നിൽക്കുന്നത്, അല്ലേ സച്ചേട്ടൻ പറ. പേടിയോ? എന്തിന്? ആരെ? എപ്പം?
പേടിക്കണം. ആക്സിഡന്റ് നടത്തിയ ആളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ വീണ്ടും എന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുവോ എന്നുള്ളൊരു ഭയം സച്ചേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് സച്ചേട്ടാ. അതെനിക്ക് അറിയാം. പിന്നെ എന്തിനാ സച്ചേട്ടൻ അത് മറച്ചു വെക്കുന്നത്? ഇവിടെ വന്ന് എന്നെ ആക്രമിക്കാനുള്ള പേടി അതുകൊണ്ട് മാത്രമാണ് സച്ചേട്ടന് ഇവിടെ നിൽക്കുന്നത്. അതെനിക്ക് ഉറപ്പായ കാര്യം തന്നെയാ. അത് പിന്നെ രേവതി, അത് ശരിയാണ് നീ പറഞ്ഞത്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഒരു ഭയമുണ്ട് എനിക്ക്. അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എനിക്ക് നിന്നെ. അങ്ങനെ ഒരു കാവലാളെ പോലെ എപ്പോഴും ഞാനിവിടെ നിൽക്കുന്നത് അറിയാലോ. ഉം പരിക്ക് പറ്റി നീ കിടപ്പിലാകണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയൊന്നും അല്ല അവര് ആക്സിഡന്റ് നടപ്പിലാക്കിയത്. നിന്റെ ജീവൻ എടുക്കാൻ വേണ്ടി തന്നെയാ. അവരുടെ ഉദ്ദേശം ഏതായാലും നടന്നില്ല. അതുകൊണ്ട് ചിലപ്പം അവർ നിന്റെ പുറകെ തന്നെ വരും. എന്നിട്ട് നിന്നെ ശല്യപ്പെടുത്തും. ദേ, നിന്നെ ഇല്ലാതാക്കാനായിട്ട് വീട്ടിൽ കയറി ആക്രമിക്കാൻ പോലും അവര് മടിക്കത്തില്ല. സത്യം പറയാലോ, എനിക്ക് പേടിയാ. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യത്തിന് ഒന്ന് പുറത്തു പോയാൽ പോലും എൻ്റെ മനസ്സ് ഇവിടെ തന്നെയാ. എനിക്ക് പേടിയാ. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല രേവതി. എനിക്ക് നിന്നെ വേണം. ആക്സിഡന്റ് നടത്തിയവരെ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാതെ എനിക്കൊരു മനസ്സമാധാനവും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. എൻ്റെ മനസ്സ് വേറൊരു സ്ഥലത്തും ശരീരം വേറൊരു സ്ഥലത്തും വെച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് എങ്ങനെയാ പോകുന്നത്? നീ ഇല്ലാതായാല് പിന്നെ ഈ സച്ചി ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നീ ഇല്ലെങ്കിൽ പിന്നെ സച്ചി ഇല്ല. ആ, അതൊക്കെയാ എൻ്റെ മനസ്സിൽ. ഇങ്ങനെ ഒരുത്തിനെ കല്യാണം കഴിച്ചോണ്ടല്ലേ നിനക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പൊ നിനക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ രേവതി. ഞാനൊരു മഹാപാവിയായി പോയി. വേണ്ടായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലേ? നിന്റെ മനസ്സിൽ തൊട്ട് പറ, നിനക്ക് വേണ്ടായിരുന്നെന്ന് തോന്നുന്നില്ലേ? എനിക്കറിയാം നീ പറയുമൊന്നും വേണ്ട. ഇങ്ങനെ ഒരുത്തന്റെ മുന്നിൽ താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കണ്ടായിരുന്നെന്ന് ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ട്. ദേ സച്ചേട്ടാ, എന്തൊക്കെ സച്ചേട്ടൻ വിളിച്ചു പറയുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കരയാൻ തുടങ്ങി കേട്ടോ. അപ്പൊ സച്ചി ചോദിച്ചു, രേവതി നീ എന്തിനാ കരയുന്നത്? കരയാൻ മാത്രം ഞാനിപ്പോ എന്താ പറഞ്ഞത്? രേവതി നീ കരയാതെ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, എന്നെ കരയിപ്പിക്കാൻ വേണ്ടിയല്ലേ സച്ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? അതിന് ഞാൻ എന്ത് പറഞ്ഞെന്നാ? എന്തു പറഞ്ഞെന്നോ? ഭയം. ഭയന്ന ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സച്ചേട്ടനിൽ നിന്നും സ്നേഹത്തിന്റെ ഒരു പൂവെങ്കിലും കിട്ടിയാല് അത് മഹാഭാഗ്യമെന്ന് തോന്നിയൊരു സമയം എനിക്ക് ഉണ്ടായിരുന്നു. അറിയാലോ സച്ചേട്ടന്. പതിയെ പതിയെ സച്ചേട്ടനുണ്ടല്ലോ എനിക്ക് തന്നത് ഒരു പൂവല്ല, സ്നേഹത്തിന്റെ ഒരു പൂന്തോട്ടം തന്നെയാ തന്നത്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്നുണ്ട് സച്ചേട്ടൻ. ഒരുപാട് ഒരുപാട് ഒരുപാട്. ഇതിൽ കൂടുതൽ എന്താ സച്ചേട്ടൻ എനിക്ക് വേണ്ടത്? സച്ചേട്ടൻ എനിക്ക് എൻ്റെ ഭർത്താവായിട്ട് കിട്ടിയത് ഭാഗ്യമല്ലേ? താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കണ്ടായിരുന്നു എന്ന് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. തോന്നിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല സച്ചേട്ടാ. പക്ഷേ ഉണ്ടല്ലോ, ഇന്ന് ഞാൻ എൻ്റെ ചങ്കിൽ കൈവച്ച് പറയും, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എൻ്റെ സച്ചേട്ടൻ്റെ കഴുത്തിൽ എൻ്റെ കഴുത്ത് നീട്ടി തരിക എന്നുള്ളത്. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുള്ള ദേവിയുണ്ടല്ലോ, എനിക്ക് അനുഗ്രഹിച്ചു തന്ന എൻ്റെ നിധിയ സച്ചേട്ടൻ. അത്രയ്ക്ക് സ്നേഹമാണ് എനിക്ക് സച്ചേട്ടനോട്. സച്ചേട്ടൻ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. രേവതിയെ പോലെ ഭാഗ്യം ചെയ്തൊരു പെണ്ണ് സത്യം പറഞ്ഞാലേ ഞാൻ എവിടെയും കണ്ടിട്ടില്ല സച്ചേട്ടാ. അത്രയ്ക്ക് ഭാഗ്യമുണ്ട് എനിക്ക്. അതുകൊണ്ടല്ലേ എനിക്ക് സച്ചേട്ടനെ ദൈവം കൊണ്ട് തന്നത്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ഇപ്പൊ നമുക്ക് ഒരു ജീവനേ ഉള്ളൂ രേവതി, അല്ലേ? നമ്മൾ രണ്ടുപേരും ഒന്ന് തന്നെയാ. ഒരാളുടെ ജീവൻ പോയിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരാൾ കാണില്ല. ജീവനിൽ തൊട്ട് കളിച്ചവനെ ഞാൻ വെറുതെ വിടണം എന്നാണോ പറയുന്നത്? സച്ചി ഒരിക്കലും ഒരിക്കലും വെറുതെ വിടില്ല. അവനെ പിടികൂടി ശിക്ഷിക്കുന്നത് വരെ എനിക്ക് വേറൊരു ചിന്തയുമില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. ഒരു സൂചിമുന കൊണ്ടുപോലും നിന്നെ ആരെയും വേദനിപ്പിക്കാനേ ഞാൻ സമ്മതിക്കില്ല രേവതി, സമ്മതിക്കില്ല. എനിക്കതിന് പറ്റില്ല രേവതി എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ. ഏതായാലും സച്ചിക്ക് രേവതിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും പറയുന്ന രീതിയിലുള്ള സ്നേഹമല്ല, അതിനപ്പുറമാട്ടോ. അതുപോലെയുള്ള വാക്കുകളാണ് നമ്മുടെ സച്ചിയുടെ വായിൽ നിന്ന് വീഴുന്നത്. നമ്മളൊക്കെ കേൾക്കാൻ കൊതിക്കുന്ന ഓരോരോ വാക്കുകൾ. എന്ത് നല്ല ഭർത്താവല്ലേ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ ആന്റണിനെയാണ്. അപ്പൊ ആന്റണി ഒരു പേനയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രുതിയൊക്കെ പറയുന്നത് കേട്ടിട്ട്. ശ്രുതിയുണ്ട്, മീരയുണ്ട് കേട്ടോ ആന്റണിയുടെ ഫ്രണ്ടില്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ആന്റണിക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ ആന്റണി ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് ആന്റണി പറഞ്ഞു, ഇത്തരം പരിപാടിയൊക്കെ ആന്റണി മുമ്പേ നിർത്തിയതാ. നിങ്ങൾ വന്ന് പറയുമ്പം ഒഴിവാക്കാനും പറ്റത്തില്ല. എന്താ ചെയ്യുക? എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു, അതെ, ഈ ആന്റണിയേട്ടൻ ഏറ്റാലേ നിങ്ങൾ രക്ഷപ്പെട്ടു പെങ്ങന്മാരെ, നിങ്ങൾ രക്ഷപ്പെട്ടു. അടുത്ത നിമിഷം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും. അത് ഉറപ്പായ കാര്യം തന്നെയാ. അപ്പോഴത്തേക്കും ആന്റണി പറഞ്ഞു, ഇവൻ പറയുന്നത് ശരിയൊക്കെയാ. ആ നവീൻ ദാസിനെ ഞാൻ എത്ര ഈസി ആയിട്ടാ
പോലീസിനെ പിടിച്ചേൽപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയാലോ. വെറും വെറും സിമ്പിൾ. നിങ്ങൾ അതിന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ടതല്ലേ. അതുപോലെ സിമ്പിൾ ആയിട്ട് ഈ കാര്യം ആന്റണി കൈകാര്യം ചെയ്യും. അത് ഞാൻ തരുന്ന വാക്കാ. അപ്പൊ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ശ്രുതിയെ മോചിപ്പിക്കാൻ കഴിയുന്ന എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. പ്ലീസ് ആന്റണി, എന്നെ ഒന്ന് സഹായിക്കണം. ആ, പറ്റില്ല എന്ന് പറയരുത്. പിന്നെ ആന്റണി എത്ര ക്യാഷ് വേണമെന്ന് പറഞ്ഞാൽ മതി, ശ്രുതി തരും. അത് പിന്നെ നവീൻദാസിന്റെ കാര്യത്തിൽ ഞാൻ ക്യാഷ് ഒന്നും മേടിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഇച്ചിരി ക്യാഷ് ചെലവാകും, അതുറപ്പാ. ശ്രുതിയെ മോചിപ്പിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം തന്നാൽ മതി. അത് ആന്റണി എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, അത് ഞാൻ തന്നോളാം. അപ്പോഴത്തേക്ക് നമ്മുടെ ആന്റണി ഇങ്ങനെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. നോക്കിയിട്ട് പറഞ്ഞു, കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. കാർ ഏതാണെന്ന് അറിയാം, കാറിന്റെ നമ്പർ അറിയത്തില്ല, അതാണ് പ്രശ്നം. അല്ല, കാറ് തിരിച്ചറിയാൻ അതിന്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. കാറ് പോയ ദിശയും അറിയാം. അതൊക്കെ വെച്ചിട്ട് ആന്റണി ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അന്വേഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ കൂടുതൽ പറയൊന്നും വേണ്ട, അതെനിക്കറിയാം. മീര കൂടുതൽ എന്നെ പഠിപ്പിക്കാനൊന്നും ഇങ്ങോട്ടേക്ക് വരണ്ട, ഞാന് കണ്ടുപിടിച്ചോളാം. നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് സുധീനെയല്ലേ? അതെ, എനിക്ക് എന്റെ ഭർത്താവിനെയാ വേണ്ടത്. ഞാന് പോലീസിനെ ഇത് അന്വേഷണം ഏൽപ്പിക്കാത്ത കാര്യം എന്താണെന്ന് ആന്റണിയോട് പറഞ്ഞല്ലോ. എന്റെ വീട്ടിൽ പോലും ഞാനിത് അറിയിച്ചിട്ടില്ല, മറ്റാരും ഇതറിയാൻ പാടില്ല ഒരിക്കലും. ആന്റണി വളരെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട്. ഞാൻ ഇങ്ങനെ ഒരാളെ ശ്രുതിയെ മോചിപ്പിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയെ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ചിലപ്പോൾ കൊല്ലാൻ പോലും മടിക്കത്തില്ല. അവൾ കൊല്ലുന്നാ പറഞ്ഞത്. പോലീസ് അങ്ങാണം വന്നാൽ ശ്രുതിയുടെ ശവശരീരമാണ് കാണുന്നതെന്ന് അവൾ എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണം, സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട്. രാത്രി 12 മണി വരെയാണല്ലോ അവള് സമയം തന്നത്. അതെ, രാത്രി 12 മണി വരെയാ അവള് സമയം തന്നിരിക്കുന്നത്. അതിനിടയിൽ ഞാൻ ശ്രുതിയെ മോചിപ്പിച്ചിരിക്കും. ഇത് ഞാൻ തരുന്ന വാക്കാണ്. ഞാൻ പറഞ്ഞതാ. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ. ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങളെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് ഈ ആന്റണി വിളിക്കും, അപ്പം വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, താങ്ക്സ് ആന്റണി, അതിപ്പം വേണ്ട. ശ്രുതിയെ കൊണ്ടുവന്നതിന് ശേഷം താങ്ക്സും പൈസയൊക്കെ മതി. ഇപ്പൊ പൊക്കോ, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, അതുകൊണ്ട് ഇപ്പൊ പൊക്കോ, പൈസ പിന്നെ മതി എന്ന് പറഞ്ഞു. ഏതായാലും അവരങ്ങ് പോയി കേട്ടോ. അപ്പൊ നമ്മുടെ ആന്റണി ഇങ്ങനെ ഇരിക്കുകയാണ്. ആന്റണിയുടെ തൊട്ടടുത്ത് ആന്റണിയുടെ കൂട്ടുകാരനും ഉണ്ട് കേട്ടോ. ഏതായാലും അവർക്ക് കിട്ടിയ ഒരു എന്താ പറയുന്നത്, തുറുപ്പു ചീട്ടാണല്ലോ സച്ചിയുടെ കുടുംബത്തിൽ കയറി കളിക്കുക എന്നൊക്കെ പറയുന്നത്. അത് അവര് മാക്സിമം വിനിയോഗിക്കും. ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ സുധീനെയാണ് കേട്ടോ. സുധിയുടെ കൈയൊക്കെ ഇങ്ങനെ രണ്ട് കെട്ടിയിട്ടേക്ക്. അപ്പോഴത്തേക്ക് സുധി, എടാ എന്നെ ഒന്ന് അഴിച്ചു വിടടാ, എന്തുവാടാ ഇത്, എന്നെ ഒന്ന് അഴിച്ചു വിടാനാ പറഞ്ഞത്, മടുത്തു, എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, പ്ലീസ് എന്നെ ഒന്ന് അഴിച്ചു വിടട്ടാ, ഞാൻ കാലു പിടിക്കാടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര കരച്ചില്. അപ്പോഴത്തേക്ക് നമ്മുടെ നീലിമ വരികയാണ് കേട്ടോ. എന്നിട്ട് നീലിമ ചോദിക്കുക, എന്താണ് നീ ആലോചിക്കുന്നത്? അത് വേറൊന്നുമല്ല മേഡം, ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് ആലോചിക്കായിരിക്കും അവന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നീലിമ പറഞ്ഞു, നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നിന്റെ ഭാര്യ ഞാൻ ആവശ്യപ്പെട്ട തുക തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടും. ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് നിനക്ക് അല്ലാതെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ശ്രുതി, പറ്റില്ല. നീ അതിനെക്കുറിച്ച് ആലോചിക്കേ വേണ്ട. വേറെ എന്തൊക്കെ ആലോചിക്കാൻ കിടക്കുന്നു അതൊക്കെ നീ ആലോചിക്കുക. ഞാൻ കാനഡയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക. അതല്ലേ വേണ്ടത്. എന്ത് രസമായിരുന്നല്ലേ അന്നൊക്കെ. നീ കുറെ ആലോചിച്ചതല്ലേ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരു വീട്ടിലായിരുന്നില്ലേ നമ്മൾ ജീവിച്ചിരുന്നത്, ഭയങ്കര സന്തോഷത്തോടു കൂടി. നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫുൾ ടൈം എൻ്റെ താമസ സ്ഥലത്ത് തന്നെ നീ ഉണ്ടായിരുന്നു. പകുതിയും നീ എൻ്റെ ചെലവിൽ തന്നെ കഴിഞ്ഞു കൂടിയത്. നിന്റെ തേനൂറ് വാക്കുകളുണ്ടല്ലോ, ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. എന്തൊരു വാക്കുകളായിരുന്നടാ അത്. ഈ തേനൊലിക്കുമല്ലായിരുന്നു അതില്. നിന്റെ ഉള്ളില് ഒരു മഹാനായ കള്ളൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലായതോടുകൂടി തന്നെയാ ഞാൻ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കത്. ഇപ്പൊ കുറ്റം എന്റെ തലയിലല്ലേ, ഞാൻ കള്ളനല്ലേ, നീ നല്ലവളല്ലേ. അതെങ്ങനെ ശരിയാകും നീലിമ? ഞാന് നിന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയാ സ്നേഹിച്ചത്. പക്ഷെ നീ എന്നോട് സ്നേഹമുണ്ടെന്ന് അഭിനയിച്ചു. എന്നിൽ നിന്ന് ക്യാഷ് അടിച്ചു മാറ്റുവാനുള്ള കലാപ്രകടനമായിരുന്നു നിന്റെ സ്നേഹവും നിന്റെ വാക്കും. ക്യാഷിന് വേണ്ടി തന്നെയാ നീ എന്നോട് അങ്ങനെ ചെയ്തത്. ക്യാഷിന് വേണ്ടി തന്നെയാ നീ എന്റെ പുറകെ നടന്നത്. അന്ന് കാനഡയിൽ ബിസിനസ്സാണ്, കയ്യിൽ കോടികൾ ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്താടി നിന്റെ ബിസിനസ്? നീ അവിടെ പോയി എന്താ ചെയ്യുന്നത്? ഇതുപോലെ പ്രണയം നടിച്ച് ക്യാഷ് കയ്യിലാക്കുന്നതാണോ നിന്റെ ബിസിനസ്? അതിന് പറയുന്ന പേരെ വേറെയാ, ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്നത് പോലത്തെ പേരല്ല. എന്നെ പോലെ എത്ര പേരെയാ നീ ചതിച്ചത്. അനാവശ്യം പറയരുത് ശ്രുതി, മിണ്ടിപ്പോകരുത്.
നീ ഒരു ക്രിമിനൽ അല്ലേടി. നീ അന്ന് സത്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇട്ടിട്ട് പോയത് നന്നായി. അതിന് ദൈവത്തിനോട് ഞാൻ നന്ദി പറയാ. അതിനാര് പറഞ്ഞു നീ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന്? നീ ഇപ്പോഴും എന്റെ കസ്റ്റഡിയിലല്ലേ? നിന്റെ ജീവൻ ഇപ്പോഴും എന്റെ കയ്യിലാ. ദേ നീലിമ, നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കും അന്ന് അവസാനിപ്പിച്ചതാ. നീ എന്റെ കെട്ടൊന്ന് അഴിച്ചു വിട്ട് നീലിമ. എന്നെ ഒന്ന് പോകാൻ അനുവദിക്കും നീലിമ. ദേ ഞാൻ പോയി വല്ല അധ്വാനിച്ച്, അല്ല നീ പോയി വല്ല അധ്വാനിച്ച് ക്യാഷ് ഉണ്ടാക്കി വല്ലോ ജീവിക്കാൻ നോക്കാം. അല്ലെങ്കിൽ ഇത്ര ചീപ്പ് വഴിയിലൂടെ അല്ല ക്യാഷ് ഉണ്ടാക്കേണ്ടത്. അയ്യോ, ഇത് നീ തന്നെ പറയണം എന്റെ പൊന്നു മോനെ സുധി. ക്യാഷ് കൈക്കലാക്കാൻ ഏതടവും ഉപയോഗിക്കുന്നത് നീ തന്നെ ഇത് പറയണം. എന്ത് കഷ്ടപ്പാടാണ് നിനക്കുള്ളത്. എന്റെ കയ്യിൽ ഇപ്പൊ കോടികളുണ്ട്, അത് ശരിയാ. ഈ 50 ലക്ഷം എനിക്ക് വലിയ ക്യാഷൊന്നും അല്ല, വെറും സിമ്പിളാ. പക്ഷെ നിന്റെ കയ്യിൽ നിന്ന് ആ ക്യാഷ് എനിക്ക് തിരിച്ചു മേടിക്കണം. അതെന്റെ വാശി തന്നെയാ, വാശി. ആ വാശിക്ക് വേണ്ടിയാ ഞാനിപ്പം ഇങ്ങനെ ചെയ്തത്. നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്നൊക്കെ ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അവള് ക്യാഷ് ഇവിടെ എത്തിക്കാതെ ഇരിക്കത്തില്ല, അവൾ എത്തിക്കുക തന്നെ ചെയ്യും. അവളിങ്ങ് വരട്ടെ. അല്ല, 50 ലക്ഷത്തിനേക്കാളും വിലയൊന്നും സുധിക്ക് ഇല്ലല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പൊ നിന്റെ ഭാര്യ വരുവോ? 50 ലക്ഷം കൊടുത്ത് നിന്റെ ജീവൻ രക്ഷിക്കുന്നത് നഷ്ടമാണെന്ന് അവക്ക് തോന്നിക്കഴിഞ്ഞാല് ചിലപ്പം അവള് വിചാരിച്ചു കാണും അവള് വരുന്നില്ലെന്ന്. ഏ ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്ന് അവള് വിചാരിച്ചു കാണും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജോലി ആവൂലോ. കൊല്ലണം, കാലും കൈയും വെട്ടണം, ചാക്കില് കെട്ടണം, മറവ് ചെയ്യണം. അല്ല, ഇവനെ എവിടെ നമ്മൾ മറവ് ചെയ്യും? അത് പിന്നെ നല്ലൊരു സൂപ്പർ സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, ഒരു കുറുക്കം പോലും ചെല്ലാത്ത സ്ഥലം. അത് മതിയോ മേഡം? അതും മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നീലിമ നിന്ന് അങ്ങോട്ട് അട്ടഹസിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ എൻ്റെ ഈശ്വര, ശ്രുതിയുടെ കയ്യിൽ ക്യാഷൊന്നും ഇല്ലല്ലോ. അവക്ക് എത്രയും പെട്ടെന്ന് ഇത്രയും തുകയൊന്നും സംഘടിപ്പിക്കാൻ പറ്റത്തില്ല. അവൾ എന്നെ കൊല്ലും, അല്ല സോറി, ഇവൾ എന്നെ കൊല്ലും. അത് ഉറപ്പായ കാര്യം തന്നെ. എനിക്ക് പേടിയാവുക. അയ്യോ എന്നൊക്കെ വെച്ചിട്ട് മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് വേണ്ട, എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ. ഈ സമയം പിന്നെ കാണിക്കുക നമ്മുടെ മീരേനെയും ശ്രുതിനെയും തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീരയോട് ശ്രുതി ചോദിക്കുകയാണ്, അത് രക്ഷിക്കുമായിരിക്കും അല്ലേടി? രക്ഷിക്കും മീരെ, അല്ല രക്ഷിക്കും ശ്രുതി, രക്ഷിക്കും. രാത്രി 12 മണി വരെ നീലിമ സമയം തന്നിട്ടുണ്ടല്ലോ. അതിനിടയിൽ ആന്റണിക്ക് ശ്രുതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും. പക്ഷെ കണ്ടെത്തുമായിരിക്കും അല്ലേ? കണ്ടെത്തും ശ്രുതി, കണ്ടെത്തും. ഇനിയും സമയമുണ്ടല്ലോ, നീ വിഷമിക്കാതിരിക്കുക, ധൈര്യമായിട്ടിരിക്കുക. പറഞ്ഞ സമയത്തിനകം ക്യാഷ് എത്തിച്ചോളാം. ശ്രുതി ഒന്നും ചെയ്യരുതെന്ന് നീ അവളെ ഒന്ന് വിളിച്ച് പറയ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെയെങ്കിൽ അവളെ എടുത്തു ചാടി അവിവേകം ഒന്നും കാണിക്കാൻ പോവില്ല. അവള് ക്യാഷിന് വേണ്ടി പ്രതീക്ഷയോട് കൂടി വെയിറ്റ് ചെയ്യും. ശ്രുതി സേഫ് ആയിരിക്കും. നീ അതുകൊണ്ട് ഫോൺ വിളിച്ച് പറ. അല്ല, വിളിക്കണം, വിളിച്ച് പറയണം. അല്ലെങ്കിൽ പ്രതീക്ഷയോട് കൂടി ഇരിക്കത്തില്ല. അതുകൊണ്ട് നീ പെട്ടെന്ന് വിളിക്കുക എന്ന് പറയാണ്. ഏതായാലും ഈ കാര്യം പറഞ്ഞ് നേരെ നമ്മുടെ നീലിമ വിളിക്കുകയാണ് കേട്ടോ. നീലിമയല്ല, ശ്രുതി വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഹലോ, എന്താടി? നീ ക്യാഷുമായിട്ട് വരുമോ? അത് പിന്നെ ഞാൻ ക്യാഷുമായിട്ട് വരാം. ഞാൻ എങ്ങോട്ടേക്ക് വരേണ്ടത്? ഞാൻ പറയുന്ന സ്ഥലത്ത് ക്യാഷുമായിട്ട് വരണം. നീ പറയുന്ന സ്ഥലത്ത് ഞാൻ ശ്രുതിയായിട്ട് എത്താം. അത് പിന്നെ ക്യാഷ് റെഡി ആയിട്ടില്ല നീലിമ, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ ക്യാഷ് സംഘടിപ്പിച്ച ഉടനെ തന്നെ നിന്നെ കാണാനായിട്ട് വരും. നീ ആവശ്യപ്പെട്ട ക്യാഷ് ഞാൻ പെട്ടെന്ന് തന്നെ തരും. അത് ഉറപ്പായ കാര്യം തന്നെയാണ്. നീലിമ, എന്റെ ശ്രുതിയെ നീ ഒന്നും ചെയ്യരുത് പ്ലീസ്, അത് പറയാനാ ഞാൻ വിളിച്ചത്. നീ ക്യാഷ് തന്നാൽ ഞാൻ ഒന്നും ചെയ്യില്ല. ഇല്ലെങ്കിലേ അവനെ ഞാൻ കൊല്ലും. അവനെ ഞാൻ നേരെ പരലോകത്തേക്ക് അയക്കും. അതെ, ഫോണ് ശ്രുതിക്കൊന്ന് കൊടുക്കുവോ പ്ലീസ്? സംസാരമൊന്നും വേണ്ട. അത് ക്യാഷ് തന്നതിന് ശേഷം, ക്യാഷ് റെഡി ആയിട്ട് നീ വിളിക്ക്. അത് കഴിഞ്ഞ് ഇപ്പൊ ഏതായാലും ഞാൻ വെക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിലായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്.